നമ്മുടെ മൊബൈൽ ഫോണിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒരു മൊബൈൽ ഷോപ്പിൽ കാണിക്കും. കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മളത് മൊബൈൽ ഷോപ്പിലെ കാണിച്ച് അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ അറിഞ്ഞ് അത് പരിഹരിക്കാൻ പറ്റുമോ നോക്കും. പക്ഷെ നമുക്ക് അങ്ങനെ മൊബൈൽ ഷോപ്പിലൊന്നും കൊടുക്കാതെ നമ്മുടെ മൊബൈലിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനുണ്ട്. വളരെ യൂസ്ഫുള്ളായ ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മൊബൈലിൻ്റെ സ്പീക്കർ, അതുപോലെ തന്നെ മൈക്ക്, അതുപോലെ തന്നെ ടച്ച് സ്ക്രീന്, ബ്ലൂടൂത്ത് തുടങ്ങിയിട്ടുള്ള നമ്മുടെ മൊബൈലിനകത്തുള്ള എല്ലാ ഫങ്ഷൻസുകൾക്കും എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിരുന്ന ഒരു ആപ്ലിക്കേഷൻ. ആ ഒരു ആപ്ലിക്കേഷൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെയായിരിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ഫങ്ഷണൽ ടെക്സ്റ്റ് എന്ന് കാണുന്ന ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്ന ഇൻ്റർഫേസ് ഇങ്ങനെയായിരിക്കും. തുടർന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും ഔട്ടർ ഹാർഡ്വെയർ, അതുപോലെ തന്നെ മൾട്ടി ടച്ച് സ്ക്രീന്, ഡിസ്പ്ലേ ചെക്ക്, ഇയർഫോൺ ചെക്ക്, സ്പീക്കർ ആൻഡ് മൈക്ക് ചെക്ക് തുടങ്ങിയിട്ടുള്ള ഹെഡ്ഫോൺ ജാക്ക്, ക്യാമറ, ഫ്ലാഷ്, ഹോം ബട്ടൺ, വോളിയം ബട്ടൺ, അതുപോലെയുള്ള നിരവധി ഫങ്ഷൻസ് കാണാൻ സാധിക്കും. നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ഫങ്ഷൻസുകൾ കൂടെ കാണാൻ സാധിക്കും. നമുക്ക് ഓരോന്നും ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് നമ്മുടെ മൊബൈലിലുള്ളതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഫങ്ഷൻസുകളെല്ലാം പരിശോധിക്കുന്ന മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ ചാനൽ കാണുന്നെങ്കിൽ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്ന് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആദ്യം തന്നെ മൾട്ടി ടച്ച് എന്ന് കാണുന്ന ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ടച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് 2 ഡോട്ട് കാണാൻ സാധിക്കും. ഈ 2 ഡോട്ടിൽ നമ്മുടെ വിരലുകൾ ഇതുപോലെ ഒന്ന് ഓരോന്നിലും പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കാണാൻ സാധിക്കും മൾട്ടി ടച്ചിൽ എൻ്റെ മൊബൈലിൽ എന്തോ ഒരു പ്രോബ്ലം കാണുന്നുണ്ട് എന്നൊരു കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ടച്ച് സ്ക്രീനിൽ ഈ കാണുന്ന ബോക്സിലെല്ലാം ഇതുപോലെ നമ്മൾ വിരൽ ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് സ്ക്രീനിൽ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മൊബൈലിലെ ടച്ചിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ കാണാൻ സാധിക്കും. ഈ ഭാഗം ഇവിടെ കാണാൻ സാധിക്കും ഗ്രീൻ ടിക്കിലേക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്പ്ലേ ചെക്ക് നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഡിസ്പ്ലേ ചെക്കിന് വേണ്ടി നമുക്ക് ടാപ്പ് ദ വൈറ്റ് ഡോട്ട്സ് എന്ന് കാണുന്നുണ്ട്. നമ്മളിതെല്ലാം ചെക്ക് ചെയ്യുമ്പോൾ ഏറ്റവും അവസാന ഭാഗത്ത് കാണുന്ന പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അതുപോലെ താഴെയായിട്ട് നമുക്ക് ഇയർഫോണിൻ്റെ ചെക്കിങ് വേണമെങ്കിൽ ചെയ്യാൻ ലോ ഫ്രീക്വൻസി, മീഡിയം ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി ഒക്കെ നമുക്ക് ഓരോന്നും ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നമുക്ക് ഓരോന്നും ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ സ്പീക്കർ ആൻഡ് മൈക്ക് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ലോ ഫ്രീക്വൻസിയും മിഡിൽ ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി ഒക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽസ് മുകളിലായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ആദ്യം നമ്മുടെ ഇയർഫോൺ ഡിസ്കണക്ട് ചെയ്യണം. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നമുക്ക് പ്ലീസ് റിട്ടേൺ ദ വോളിയം അപ്പ് ദ മാക്സിമം, നമ്മുടെ വോളിയം ബട്ടൺ മാക്സിമം ടേൺ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ വായിച്ചതിന് ശേഷം നമ്മൾ ഇത് ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമുക്കിവിടെ താഴെയായിട്ട് ഹെഡ്ഫോൺ ജാക്ക് എന്ന ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ക്യാമറ, ഫ്ലാഷ്, ക്യാമറയുടെ ഭാഗം ക്ലിക്ക് ചെയ്യാൻ നമുക്ക് ചെക്ക് ഫ്രണ്ട് ലെൻസ് ക്യാമറ ക്ലിക്ക് ചെയ്തുകൊണ്ട് ബാക്ക് ക്യാമറയൊക്കെ ചെക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ ഫ്ലാഷ് ലൈറ്റ് നമുക്ക് ഫ്ലാഷ് ചെയ്തുകൊണ്ട് നമ്മളിവിടെ ചെക്ക് ചെയ്ത് നോക്കും. ഈ ചെക്കിംഗ് എല്ലാം പൂർത്തിയാക്കുമ്പോൾ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ടാണ് ഞാൻ ഓരോന്നും പൂർണ്ണമായിട്ട് കാണിച്ചു തരാതെ പരിചയപ്പെടുത്തി കൊണ്ട് പോകുന്നത്. നിങ്ങളുടെ മൊബൈൽ ഓരോന്നും ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഹോം ബട്ടണ്, വോളിയം കൺട്രോള്, റിസീവ് ആൻഡ് മൈക്ക്, അത് ഫോൺ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കേൾക്കാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ മുകളിൽ നമുക്ക് സ്പീക്കർ ആൻഡ് സ്പീക്കർ മൈക്കിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് കാണാൻ സാധിക്കും. നമ്മുടെ CPU, അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ വൈബ്രേറ്റർ, GPS, നമ്മുടെ മൊബൈലിനകത്തുള്ള എല്ലാ ഫീച്ചറുകളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ ഓരോന്നും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതുപോലെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താഴെ ഭാഗത്ത് നിങ്ങൾക്ക് ഒരു പ്ലേ ബട്ടൺ കാണാൻ സാധിക്കും. ഈ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. നിങ്ങളുടെ മൊബൈലിന് ഒരു പ്രോബ്ലംസ് ഇല്ലെങ്കിൽ ഇതുപോലെ ഗ്രീൻ കളറിലേക്കും, പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗം നിങ്ങൾക്ക് ഇതുപോലെ റെഡിലേക്ക് മാറ്റി തരും. ഇങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ മൊബൈലിൻ്റെ എല്ലാ പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലാക്കാനും അതിനനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട പ്രശ്നങ്ങൾ മൊബൈൽ ഷോപ്പിലൊക്കെ കൊണ്ടുപോയി നിങ്ങൾക്ക് പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ വലതുഭാഗത്ത് കാണുന്ന ഈ ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ചെക്ക് ചെയ്തതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. ബാറ്ററി ഇപ്പോൾ എത്ര മണിക്കൂർ ബാക്കിയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോറേജ് ഇനി എത്ര ബാക്കിയുണ്ട്, മെമ്മറി സ്റ്റോറേജ് എത്രയാണ് ഉള്ളത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ വിവരങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഏറ്റവും അവസാനത്ത് നിന്ന് രണ്ടാമതായി കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻസുകൾ ട്രാഷ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത്തരം ആപ്ലിക്കേഷൻ ഇവിടെ നിന്ന് കണ്ടെത്തിക്കൊണ്ട് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും. ഇവിടെ സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ റണ്ണിങ് ആപ്പ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻസ് വരെ ഇവിടെ റണ്ണിങ്ങിലാണ് നമ്മുടെ മൊബൈലിൻ്റെ. ഇത് കാരണം നമ്മുടെ ഇൻ്റർനെറ്റ് ഡാറ്റ പെട്ടെന്ന് തീരും.
ഏറ്റവും മുകളിൽ അവസാന ഭാഗത്ത് കാണുന്ന ഈ ബാറ്ററി ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി ബാക്കപ്പ് നമുക്കിവിടെ അറിയാൻ സാധിക്കും. നമ്മുടെ ബാറ്ററി ഓവർ ഹീറ്റ് നോട്ടീസ് എന്ന് കാണുന്ന ഭാഗം നിങ്ങൾ ഓൺ ചെയ്ത് വെച്ചാൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഹീറ്റ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയും ആ നോട്ടിഫിക്കേഷനിലൂടെ നിങ്ങളുടെ മൊബൈൽ ഹീറ്റ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ സെറ്റിങ്സിൽ പോയിക്കൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ചെയ്ത് വെക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആപ്ലിക്കേഷൻ അകത്തുള്ള നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള അറിവുകൾ നിങ്ങൾക്ക് ദിവസം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.